ആ ഭേദബുദ്ധിയെ അതിജീവിക്കണം. അതാണ് ബുദ്ധിയുടെ മുൻപിലുള്ള ആഹ്വാനം, വെല്ലുവിളി. യദ്വാത്മാനം സകലവപുഷാം ഏകമന്തർബഹിസ്ഥം ദൃഷ്ട്വാ പൂർണ്ണം ഖമിവ സതതം സർവഭാണ്ഡസ്ഥമേകം നാന്യത് കാര്യം കിമപി ച തതഃ കാരണാത് ഭിന്നരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയും. ഇതാണ് മനുഷ്യജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്നത്. കുട്ടിക്കാലം മുതൽക്ക് അമ്മ പറഞ്ഞ് പഠിപ്പിക്കുന്നതാ. തീയുടെ അടുത്ത് പോകരുത്, കിണറിൻ്റെ അടുത്ത് ചെല്ലരുത്, വിശാങ്കത്തി എടുത്ത് കളിക്കരുത്, പുഷ്പങ്ങളെ പോലെയല്ല കല്ല്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മൾ വിധി നിഷേധം പഠിപ്പിക്കുകയാണ്. ഇത് ശരിയാ ഒരളവ് വരെ. പക്ഷേ കുറേ കഴിഞ്ഞാൽ മനസ്സിൻ്റെ മേഖലയിൽ ഈ വിധിയില്ല, നിഷേധവും ഇല്ല. പുഷ്പവും കല്ലും തമ്മിൽ പുറത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ മനസ്സിൽ പുഷ്പത്തിൻ്റെ ഛായ, കല്ലിൻ്റെ ഛായ. ആ മനസ്സ് കല്ലിനെ കണ്ടാൽ കല്ല് പോലെയാവും, പുഷ്പത്തിനെ കണ്ടാൽ പുഷ്പം പോലെ ആയിരുന്നുണ്ടോ? അപ്പം മനഃഛായയിൽപ്പെട്ട പുഷ്പവും കല്ലും പുറത്തുള്ളത് പോലെയല്ല. പുഷ്പത്തെയും കല്ലിനെയും ഒരുപോലെ ആക്കി തീർക്കുന്നതാണ് നമ്മുടെ മനസ്സ്. രണ്ടിൻ്റെയും പതിപ്പ് മനസ്സാണ് ഉണ്ടാക്കുന്നത്. മനസ്സിൽ ആ മനസ്സിൻ്റെ പതിപ്പിൽ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടിലും മാനസത്വം തന്നെ ഉള്ളൂ. അപ്പം ഇതിനെ അതിജീവിക്കുന്ന ഒരു നിലയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ വേർതിരിച്ച് ഒന്നിനെ തള്ളി പിന്നെ ഒന്നിനെ പിടിച്ച് മനസ്സിന് നിയന്ത്രണം വന്നു എന്നുണ്ടെങ്കിൽ നിയന്ത്രണത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. രണ്ടിനെയും വിട്ട് പക്ഷി പറക്കുന്ന പോലെ പറന്നോളൂ എന്നാണ് പറയണത്. അങ്ങനെ ഒരു നിസ്ത്രൈഗുണ്യ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഭയപ്പെടുത്താനോ ഇടുക്കാനോ തരം താഴ്ത്തി കെട്ടാനോ ഒന്നുമില്ല ഈ ലോകത്തിൽ. ലോകം മുഴുവനും ഒരേ ഒരു കാരണത്തിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണത്തിലില്ലാത്തത് കാര്യത്തിലുണ്ടാവില്ല. യദ്വാത്മാനം സകലവപുഷാം ഏകമന്തർബഹിസ്ഥം. ഈ ആത്മാവിനെ ഒരു ദേഹത്തിൽ ദേഹവിലക്ഷണമായി കാണുന്നു, അത് ജീവനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. തുടക്കം വിരോധമൊന്നുമില്ല, സമ്മതിച്ചു. പക്ഷേ ഈ ദേഹവിലക്ഷണമാണ് ആത്മാ എന്ന് പറഞ്ഞാൽ ദേഹത്തെപ്പോലെ ഒറ്റതിരിഞ്ഞ് മറ്റുള്ള ദേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ലല്ലോ. ദേഹവിലക്ഷണമാണല്ലോ. ദേഹത്തിന് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങളൊന്നും ആത്മാവിനില്ല. ദേഹത്തിന് വണ്ണുണ്ട്, പൊണ്ണുണ്ട്, ഉയരണ്ട്, നീളണ്ട്, വീതിയുണ്ട്, ഭാരമുണ്ട്. ഈ ദേഹത്തിൽ നിന്ന് വിലക്ഷണമാണ് ആത്മാന്നുണ്ടെങ്കിലോ അതിന് നീളമില്ല, വീതിയില്ല, വണ്ണമില്ല, പൊണ്ണമില്ല, ഉയരമില്ല, നിറമില്ല, മണമില്ല, ഗുണമില്ല, പേരില്ല, അതുപോലെ ജനനമില്ല, മരണമില്ല, അതിന് പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തന ഫലവും അതിനില്ല. ദേഹവിലക്ഷണമാണല്ലോ. ദേഹം പരിമിതം, അപ്പോഴോ ജീവൻ അപരിമിതം. ദേഹം വച്ചയിടത്തിരിക്കും, ആത്മാവോ ഒരിടത്തും വയ്ക്കാൻ പറ്റില്ല, എല്ലാ ദിക്കിലുമുള്ളതാണ്. ആ വിലക്ഷണ ശബ്ദം കൊണ്ട് ഇത് മുഴുവനും നിങ്ങൾ ഗ്രഹിക്കണം. അപ്പൊ തുടക്കത്തിൽ ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തരുത്. എന്തിനെയായി ജീവൻ എന്ന് പറയുന്നത്? എന്തിനെയായി ജീവൻ എന്ന് പറയുന്നത്? പഞ്ചഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പൊരുളാണത് എന്ന് പറഞ്ഞാൽ അത് കനം, സോളിഡ് അല്ല, ഖരവസ്തുവല്ല, ദ്രവവസ്തുവല്ല, വാതവസ്തുവല്ല, ഊർജങ്ങളല്ല, ആകാശം പോലെയുള്ള ജഡാകാശവുമല്ലാതെ അത് ചേതനാത്മകമോ ചേതനയോ ആയിട്ടുള്ള ഒരു വിലക്ഷണ വസ്തുവാണ്. അങ്ങനെ വരുമ്പോഴോ യദ്വാത്മാനം സകലവപുഷാം, എല്ലാ വപുസ്സുകളിലും എല്ലാ ശരീരങ്ങളിലും ഉള്ളതാണത്. എല്ലാ ശരീരങ്ങളിലും കൂടി എത്ര ആത്മാവുണ്ട്? സർവവ്യാപിയാണ് ആത്മാ. അപ്പൊ സർവ ശരീരങ്ങളിലും കൂടി ഏകമന്തർബഹിസ്ഥം, ഒന്നാണത്. മാത്രമോ അത് അകത്തെന്നതുപോലെ പുറത്തുമുണ്ട്. കാറ്റ് നമ്മുടെ ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ടല്ലോ. പുറത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ? പുറത്ത് വിടാനും പറ്റില്ലല്ലോ. അപ്പൊ കാറ്റ് പോലും ഉള്ളിലും പുറത്തുണ്ടെങ്കിൽ അതിനേക്കാൾ ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ആത്മസാന്നിധ്യമുണ്ടല്ലോ, അത് അകത്തും പുറത്തും ഉണ്ടാവുമല്ലോ. അന്തർബഹിസ്ഥം ദൃഷ്ട്വാ പൂർണ്ണം ഖമിവ സതതം. എൻ്റെ കൂടെ ഉണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ദൃഷ്ട്വാ പൂർണ്ണം. ആ ജീവൻ ജീവൻ എന്ന് പറഞ്ഞ് ദേഹവിലക്ഷണമായ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യമായി ഉദ്ബോധിപ്പിച്ചു. അത് ആദ്യം ഞാൻ ഗ്രഹിച്ചു. എന്നിട്ട് സ്വയം അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ ആ വിലക്ഷണത്വം എന്ന വാക്കുകൊണ്ട് ദേഹത്തിന് എന്തെല്ലാം പരിമിതത്വങ്ങളുണ്ടോ, പ്രകാരഭേദങ്ങളുണ്ടോ, അതൊന്നുമില്ല. ദേഹം അപൂർണമാണ്, അല്പമാണ്. ആത്മാവോ വിലക്ഷണമായതിനാൽ
അനൽപം പൂർണ്ണം ഖമിവ സതതം. പഞ്ചഭൂതങ്ങളിൽ ആകാശം മാത്രം എല്ലായിടത്തുമുണ്ട്, ബാക്കി 4 എല്ലായിടത്തുമില്ല. ആകാശത്തിന് മാത്രമുള്ള ഒരു ഗുണമാണ്, മഹിമയാണ് സർവവ്യാപിത്വം. അതുപോലെ ആകാശം പോലെ ഭഗവാനെ നമ്മൾ വളരെ കൃതജ്ഞതയോടുകൂടി നോക്കണം, നന്ദി പറയണം. ഒരാകാശെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ചിന്തിക്കാം. ഖമിവ ആകാശം പോലെ സതതം സർവഭാണ്ഡസ്ഥമേകം, എല്ലായ്പ്പോഴും എല്ലാ ഭാണ്ഡങ്ങളിലും എല്ലാ കൂടാരങ്ങളിലും എല്ലാ സംഘാതങ്ങളിലും സർവശരീരങ്ങളിലും വസ്തുക്കളിലും ഏകമായി ഒറ്റയ്ക്ക് അങ്ങനെ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുക. നാന്യത് കാര്യം കിമപി ച തതഃ കാരണാത് ഭിന്നരൂപം. ഇവിടെ കാരണത്തിൽ നിന്ന് വ്യത്യാസമായി ഒരു കാര്യവും ഇല്ല, അവിടെ ഒരു കാര്യവും ഇല്ല. ഇത് ഞാൻ നിങ്ങളെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമോ? ഞാൻ പറയാൻ പുറപ്പെട്ടാൽ എൻ്റെ കൂടെ വരുമോ പറയാൻ പുറപ്പെട്ടാൽ? നോക്കൂ, ഈ ലോകം, ഈ വിശ്വം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രാമവും പട്ടണവും കോർപ്പറേഷനും എന്നല്ല ഞാൻ പറയുന്നത്, കേരള സംസ്ഥാനത്തെ അല്ല പറയുന്നത്. ഇന്ത്യയിലും ഒതുങ്ങി നിന്നാൽ പറ്റില്ല, ഏഷ്യയും വിട്ടു പോകണം. ഭൂമണ്ഡലമാകെ തരണം ചെയ്യൂ. കോടാനുകോടി ഗോളങ്ങളുള്ള ഈ നിർഭരമായിരിക്കുന്ന ആകാശം, ആകാശം എന്താ? ഒരു ശൂന്യാകാശം. അതിലൊന്നുമില്ല. ആ ഒന്നുമില്ലാത്ത ആകാശത്തിലാണ് ഈ ഗോളങ്ങൾ മുഴുവൻ ഇങ്ങനെ ഊഞ്ഞാലാടുന്നത്. അതിനെ താങ്ങി നിർത്താൻ ഒരു തൂണില്ല, കെട്ടിയിടാൻ ഒരു വള്ളിയില്ല, എല്ലാം കിടന്നിട്ട് ഇങ്ങനെ വട്ടം തിരിയ. നമുക്ക് ഊഞ്ഞാലാടണമെങ്കിൽ ഒരു കൊമ്പത്ത് ഉറപ്പിക്കണം, എന്നിട്ട് വേണം ആടാൻ. ഈ ഭൂമിയും ഗോളങ്ങളും ഇങ്ങനെ വട്ടം തിരിയുമ്പോൾ ഒരിടത്തും കെട്ടിയിട്ടില്ല, അതെങ്ങനെ വട്ടം തിരിയ. എവിടെ? ശൂന്യാകാശത്തിൽ. അപ്പം ആ ശൂന്യാകാശം ഉപായപ്പെട്ടതാണോ അത് പ്രഗത്ഭമോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു. ബുദ്ധിയിൽ ആലോചിച്ചിട്ട് വേണം കൂട്ടരെ ഈ യാത്ര നടത്താൻ. ഇത് വേറെ ഒരു ഘടകത്തിൻ്റെ മഹിമ കൊണ്ടും ഈ സത്യം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഈ പ്രപഞ്ചം മുഴുവനും, കോടാനുകോടി ഗോളങ്ങളുള്ള പ്രപഞ്ചം മുഴുവനും വ്യക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് മുഴുവനും പൊട്ടിവിരിഞ്ഞത് എവിടുന്നാ? ഇതല്ലാത്ത ഒന്നിൽ നിന്നാ. ഇതല്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്, വ്യക്തമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വ്യക്തമായ പ്രപഞ്ചം ഇതല്ലാത്ത ഒന്നിൽ നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു മൂലപ്പൊരുളിൽ നിന്നുണ്ടായതാണ്. ആ മൂലപ്പൊരുൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തുണ്ട്? അത് മാത്രമേ ഉള്ളൂ. ആകാശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഗോളങ്ങൾ മുഴുവൻ എടുത്തങ്ങോട്ട് മാറ്റിയാൽ അവശേഷിക്കുന്ന ആകാശം എങ്ങനെയോ അതുപോലെ ഈ പഞ്ചഭൂതങ്ങൾ മുഴുവൻ വിരിഞ്ഞ് രൂപപ്പെടുന്നതിന് മുൻപ് ഈ പഞ്ചഭൂതങ്ങൾ ഒന്നുമല്ലാത്ത പഞ്ചഭൂത വിലക്ഷണമായ ഒരു സാന്നിധ്യമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സാന്നിധ്യത്തിൽ നിന്ന് ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ഇതായിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ വേറെ ഒന്നുമില്ല. ആ ഒന്ന്, ശൂന്യമായ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ശൂന്യത്തിൽ നിന്നാണ് പരിണാമരൂപത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, ഇതാ ഭൂമി, ഇതെല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം ആദ്യമുണ്ടായ വസ്തുവിൽ നിന്നാണ് പിന്നെയുള്ളതൊക്കെ ഉണ്ടായത്. അന്ന് ആ വസ്തു മാത്രമേ ഉള്ളൂ. അപ്പം ആ വസ്തു പരിണമിച്ചുണ്ടായതല്ലേ ഇത് മുഴുവനും? ആ വസ്തു പരിണമിച്ചുണ്ടായതാണല്ലോ. അതല്ലാതെ വേറൊന്നുമില്ല, അവിടെ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് പരിണമിച്ച് പലതായി എന്ന് പറയുമ്പോൾ ഈ പലതെന്താ? ആ ഒന്ന് തന്നെയല്ലേ. പാലിൽ ഉറയൊഴിച്ച് തൈരുണ്ടാക്കുമ്പോൾ ആ തൈരെന്താ? എത്രത്തോളം പാലുണ്ടോ അത്രത്തോളം തൈരുണ്ടാവും. തൈരിലൊരു പരിണാമമുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. തൈരിൽ ഒരു പരിണാമം വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പാല് തന്നെയാണ് തൈരായിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള വെണ്ണ തന്നെയാണ് നമ്മൾ കടഞ്ഞ് ഉരുട്ടിയപ്പോൾ അതിവിടെ തന്നെ പൊന്തി കിടന്നിങ്ങനെ ഉരുളേണ്ടത്. അപ്പം കാരണത്തിലില്ലാത്തൊരു പൊരുൾ കാര്യത്തിലുണ്ടാവില്ല. കാരണം പരിണമിച്ചതാണ് കാര്യം. അപ്പം ഈ മൂലപ്പൊരുളായിരിക്കുന്ന ബ്രഹ്മം പരിണമിച്ച് പ്രപഞ്ചമായതുകൊണ്ട് അത് അബ്രഹ്മമാകുമോ? അറിവില്ലാത്തവർ, മൂഢന്മാർ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം നോക്കാൻ അറിയുന്നവർ അവരേ പറയുള്ളൂ ഇതൊരു പൊരുൾ വേറെയാണെന്ന്. എല്ലാ സാധനത്തിനും ഒരു കാരണം വേണം. ആ കാരണത്തിനെ നോക്കി കണ്ടുപിടിക്കുന്നത് ബുദ്ധിയാണ്, മനസ്സാണ്. അപ്പം ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഹേതു കണ്ടുപിടിച്ച് അതിനെ മനസ്സിലാക്കി ആ ഹേതുവിൽ നിന്നാണ് ഈ കാര്യമുണ്ടായിരിക്കണേ എന്നറിയുന്നവന്
ഈ കാര്യം കാരണവിലക്ഷണമല്ല. കാരണവിലക്ഷണമല്ല. അതാണ് ഭക്തന്മാർ പറയുന്നത്, ഈ പ്രപഞ്ചം എന്തോ ആവട്ടെ, എനിക്കത് ഭഗവാനാണ്, എനിക്കത് ഭഗവാനാണ്, എനിക്കത് ഭഗവാനാണ്. നിങ്ങൾ എന്തു വേണമെങ്കിൽ പേര് പറഞ്ഞോളൂ. കണ്ണുകൊണ്ട് നോക്കി നിറം ആകൃതി എന്ന് പറയൂ, ചെവി കൊണ്ട് ഗ്രഹിച്ച് ശബ്ദം എന്ന് പറയൂ, മൂക്കുകൊണ്ട് മണത്ത് നോക്കി വാസന എന്ന് പറയൂ, നാവ് കൊണ്ട് രുചി എന്ന് പറയൂ, ത്വക്ക് കൊണ്ട് സ്പർശം എന്ന് പറയൂ. നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് ഭഗവാൻ ആദിനാരായണ മൂർത്തിയാണ്, ശ്രീഹരിയാണ്, പരമശിവനാണ്. ആ ദൃഷ്ടിക്കൊരു മാറ്റവും അവർക്ക് വരില്ല. എന്താ കാരണം? കാര്യം വിട്ട് കാരണത്തിൽ ഉറച്ചിരിക്കുകയാണ് അവരുടെ ബുദ്ധി. ഞാൻ എൻ്റെ മുൻപിൽ ഒരു ആൺകുട്ടിയെ കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു. സാധാരണക്കാരൻ, മോളെ നന്നായിരിക്കണം കേട്ടോ, മോനെ മെടുമെടുക്കാൻ മുതൂത്ത് തട്ടി 2 ബിസ്ക്കറ്റോ പെപ്പരമുണ്ടോ കൊടുക്കും. സാധാരണക്കാരിങ്ങനെ ചെയ്യുള്ളൂ. 2 കുട്ടികളെ കണ്ടാൽ ഉടനെ നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താ? നോക്കൂ, നല്ല 2 കുട്ടികളെ പെറ്റു വളർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കുട്ടികൾ ഇത്ര നല്ലവരാണെങ്കിൽ അച്ഛനമ്മമാരുടെ ദൗത്യം എത്ര വിശേഷപ്പെട്ടതാ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കണ്ടാൽ ഉടനെ കുട്ടികൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അച്ഛനമ്മമാരെ ഓർമ്മ വരണോ വരണ്ടയോ? അച്ഛനമ്മമാരില്ലാതെ കുട്ടികളുണ്ടാവുമോ? നിങ്ങളുടെ പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ വഴിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു ആൺകുട്ടിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അതേ, എൻ്റെ കയ്യിലൊരു പെൺകുട്ടിയുണ്ട്, ഞാനൊരു 75 പവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കല്യാണത്തിന്. അവൾ എൻജിനീയറിങ് പഠിച്ചവളാണ്. അപ്പം അതിനേക്കാൾ അല്പം കൂടി പഠിപ്പുള്ള നല്ലൊരു കുട്ടിയായിരിക്കണം. അത് ഏത് കുലത്തിലാണ് ജനിച്ച് അച്ഛനമ്മമാരാ, ആരാ, സഹോദരന്മാരാരാ, ഇതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ നിങ്ങൾ കൊടുക്കുള്ളൂ. അപ്പം അവിടെ നിങ്ങൾക്ക് കാര്യം വിട്ട് കാരണത്തിലേക്ക് പോകണം. അതേമാതിരി ഈ പ്രപഞ്ചത്തിനെ കാണുമ്പോഴും ഇതിൻ്റെ കാരണം മനസ്സിൽ നമുക്ക് വരണം, വരാതെ പറ്റില്ല. അപ്പം കാര്യം കണ്ട് കാരണത്തിനെ പറ്റി ചിന്തിക്കാതെ ഇരിക്കുന്നത് ഒരു തരത്തിൽ മൂഢത്വമാണ്, അപൂർണമാണ്, അല്പത്വമാണത്. ഈ കാര്യത്തെ കണ്ട് കാരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവന് കാര്യഭിന്നമായ ഒരു കാരണമോ കാരണ വ്യതിരിക്തമായ ഒരു കാര്യമോ ഉണ്ടാവില്ല. അങ്ങനെ കാര്യകാരണങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയവന് ഇവിടെ വിഭജനത്തിന് ഒരു വകയില്ല. വേർതിരിച്ച് കാണിക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയ ദർശനത്തിനെ കവച്ചു വയ്ക്കുന്നതും നിരാകരിക്കുന്നതുമാണ് നമ്മുടെ ബുദ്ധി, അതന്നെയാണ് നമ്മുടെ മനസ്സ്. അങ്ങനെ കണ്ണുകൊണ്ട് പലതിനെ കാണുമ്പോൾ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നു മാത്രമായി അതിനെ ഗ്രഹിക്കുക, അതാണ് വാസ്തവത്തിൽ സമഞ്ജസമായ അധ്യാത്മം. എന്താ ഞാൻ പറഞ്ഞത്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് പലതിനെ കണ്ട് വ്യവഹരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഈ വ്യവഹാരവും ദർശനവും ഒക്കെ ഉണ്ടെങ്കിലും ഇത് വാസ്തവത്തിൽ ഒന്ന് തന്നെ ഒന്നാണ് എന്ന് വിചാരിച്ച് പലതിലൂടെ വ്യവഹരിക്കുന്നതാണ് ശരിയായ അധ്യാത്മപൂർണത. ഒന്നിനെയും നിരാകരിക്കുന്നതല്ല, എല്ലാറ്റിലും ഈശ്വരനെ കൊണ്ട് ചെലുത്തുന്നതാണ്. നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. ഞാനിത് എപ്പോഴെങ്കിലും പറഞ്ഞു കാണും, നിങ്ങൾ മറന്നും കാണും. അപ്പം മറന്നവരെ ഞാൻ എന്തു വേണം? ഓർമ്മപ്പെടുത്തണം. അതാണല്ലോ എൻ്റെ ജോലി. ഞാനിങ്ങനെ പറയും, നിങ്ങളിങ്ങനെ മറക്കും. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. മറക്കണത് നിങ്ങളുടെയും ഓർമ്മ വയ്ക്കണത് ഞങ്ങളുടെയും. കൈവല്യൻ അവനീതം എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥമുണ്ട്, ശങ്കുകവി രചിച്ചിട്ടുള്ളതാണ്. അതിലുള്ള ഒരു ശ്ലോകം ഞാൻ പഴയ കാലത്ത് പഠിച്ചതാ, കൽക്കട്ടയിലുള്ളപ്പോൾ. അത് ഇടയിൽ ഓർമ്മ വരും. എല്ലാം ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ല. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്കാഞ്ചന കുണ്ടിക മൃദ്വദേവമിദീക്ഷിതാമിഹ ചൈകമേവ ഹി വസ്തുതഃ കാരണാദ് വ്യതിരിക്തമസ്തി ന കാര്യവസ്തു കഥാചനേത്യാത്മമാത്ര വിലോകനം തു അപവാദമാഹുരമുംബുധ. നമ്മുടെ അധ്യാത്മ സാഹിത്യത്തിലും ചർച്ചയിലും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയാണത്. കാര്യകാരണം. ഈ ലോകത്തിലുള്ളതൊക്കെ കാര്യമാണ്. അപ്പം അതിനൊരു കാരണം ഉണ്ടാവണം. കാരണത്തിൽ ഇല്ലാത്തത് കാര്യത്തിലുണ്ടാവില്ല. കാരണത്തിൻ്റെ പരിണത രൂപമാണ് കാര്യം. അപ്പം കാരണം കാര്യം എന്നുള്ളത് ഒരു സമയത്ത് തുടങ്ങുന്നു. ആ കാര്യകാരണ ശൃംഖല തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ഉദ്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ കാര്യമില്ല, കാരണവുമില്ല. അപ്പോൾ ഒരു പറയാണ്, വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്കാഞ്ചന കുണ്ടിക മൃദ്വദേവ. നമ്മൾ പലതരത്തിലുള്ള വസ്ത്രം കാണുന്നു. വസ്ത്രം എന്നുള്ള നിലയ്ക്ക് പല നിറവും പലതരവും പല ആകൃതിയും പല മിനുസവും ഒക്കെയാണ്. പക്ഷേ ഈ വസ്ത്രങ്ങൾ മുഴുവൻ തന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നൂലുകൊണ്ട്. അവ എല്ലാ വസ്ത്രങ്ങളും വാസ്തവത്തിൽ തന്തുവാണ്.
തന്തുവിൻ്റെ പരിണത രൂപങ്ങളും ഭാവങ്ങളും ആണ് വസ്ത്രങ്ങൾ. കിരീട കുണ്ടല നിഷ്ക കാഞ്ചന, കിരീട കുണ്ടല നിഷ്ക കാഞ്ചന, 3 കൂട്ടം സംഗതികളാ. കിരീടം അതെവിടെയാ? തലയുടെ മുകളിൽ വയ്ക്കാൻ വലിപ്പം തുള പോലെ. കുണ്ടലം ഇവിടെ കെട്ടിത്തൂക്കാനുള്ളതാ. നിഷ്കം അതൊരു സ്വർണ്ണ നാണയമാണ്. ഇതെല്ലാം തന്നെ കാഞ്ചനം, സ്വർണമാണിത് മുഴുവൻ. കിരീടമായാലെന്ത്, കുണ്ടലമായാലെന്ത്, നിഷ്കമായാലെന്ത്, വാസ്തവത്തിൽ അത് കാഞ്ചനമാണ്. കുണ്ടികാ മൃദ്വദേവ, എത്ര തരത്തിലുള്ള മതലും ചുമരും പാരപ്പറ്റും ഒക്കെയാണ് നമുക്ക്. എന്തൊക്കെ പേരാ നമ്മൾ അതിന് പറയുക. അങ്ങനെ എന്ത് പേര് പറഞ്ഞാലും അതൊക്കെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. മൃദ്വദേവം ഇതീക്ഷിതാമിഹ. ഇങ്ങനെ വസ്ത്രത്തിൽ തന്തുവിനെയും കിരീടകുണ്ടല നിഷ്കങ്ങളിൽ കാഞ്ചനത്തെയും കുണ്ടികകളിൽ എന്ത് മണ്ണിനെയും കാണുന്നത് പോലെ ചൈകമേവ ഹി വസ്തുതഃ. ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞോളൂ, അല്ല 15 ഭൂതങ്ങൾ എന്ന് പറഞ്ഞോളൂ, 140 കെമിസ്ട്രി എലിമെന്റ്സ് എന്ന് പറഞ്ഞോളൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നിങ്ങൾ പറഞ്ഞോളൂ, എന്ത് തന്നെ പറഞ്ഞാലും ഇത് വാസ്തവത്തിൽ ഒരൊറ്റ വസ്തുവാ. എന്താ കാരണം? കാരണാത് വ്യതിരിക്തമസ്തിന കാര്യവസ്തു കഥാചനേതി. കാരണത്തിൽ നിന്ന് വ്യതിരിക്തമായി ഒരിക്കലും ഒരു കാര്യവസ്തു ഉണ്ടാവില്ല. ഈ സത്യം മനസ്സിൽ ഉറച്ച് നുണഞ്ഞ് നുകർന്ന് അതിനെ ഓർമ്മ വെച്ച് അനുസന്ധാനം ചെയ്ത് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് നോക്കുമ്പോൾ ആത്മമാത്ര വിലോകനം, ഈ പ്രപഞ്ചം മുഴുവനും ആത്മമാത്രമായിത്തീരും. ഈ ആത്മമാത്രമായിത്തീരുന്നത് ആരുടെ മുൻപിലാ? ബുദ്ധിയുടെ മുൻപിലാണ്, കണ്ണിൻ്റെ മുൻപിലല്ല. ബുദ്ധിയുടെ മുൻപിലാണ്. കണ്ണുകൊണ്ട് കാണുന്നു പലതിനെ, അതേ സമയത്ത് ആ പലതിനെ ഒന്നായിട്ട് അറിയുന്നു, ഉണരുന്നു ബുദ്ധിയിൽ. ഒരാൾ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നത് പോലെയാ. ആ വടി ഒരു 3-ാം കാലായി കൈകൊണ്ട് കുത്തിപ്പിടിച്ച് പോയാൽ നടത്തം സുഗമമാവുന്നത് പോലെ ഈ നാനാത്വം പലതും കണ്ട് ഭ്രമിച്ച് വിഷമിച്ച് എരടി വീഴാൻ പോകുന്ന മനുഷ്യൻ ഈ ജ്ഞാനെന്ന് പറയുന്ന ദണ്ഡ് ഉപയോഗിച്ച് വിഴാതെ അയാൾക്ക് പോകാൻ പറ്റും. ആത്മമാത്ര വിലോകനം തു അപവാദമാഹുരമുംബുധാ. ഇതിനാണ് അപവാദം എന്ന് പറയുന്ന ന്യായം അങ്ങനെ വിശദീകരിക്കുന്നതാണത്. എല്ലാറ്റിനെയും നിരാകരിച്ച് ഇല്ല എന്ന് പറഞ്ഞ് ഒന്നാക്കി തീർക്കുന്ന വിശേഷപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ശ്ലോകങ്ങൾ ഇനിയുണ്ട് കേട്ടോ. ഞാനതൊന്നും വായിച്ച് മുഴുവൻ ഇപ്പം പറയുന്നില്ല. കാര്യേ കിമപി സതതം നൈവ കർത്തൃത്വമസ്തി ജീവൻ മുക്ത സ്ഥിതിരവഗതോ ദഗ്ധവസ്ത്രാവഭാസഃ ഏവം ദേഹേ പ്രവിലയഗതേ തിഷ്ഠമാനോ വിമുക്തോ നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. നിങ്ങളെല്ലാവരും ഞാൻ ഈ ശ്ലോകം പറയുമ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ കൂട്ടരെ? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹത്വമാണത്. എല്ലാവരും പറയണു പ്രാരബ്ധം സ്വാമിജി, ഞങ്ങൾ ഗൃഹികളാ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ കരഞ്ഞുരുണ്ട് കഴിയാനുള്ളവരാ ഞങ്ങളെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് ശരിയല്ല കൂട്ടരെ. ഈ സത്യം ബുദ്ധിക്ക് നുണയാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വ്യക്തിത്വം അതിൻ്റെ ആ സർക്കംഫറൻസ് പോലെ ചുറ്റളവിൽ നിൽക്കുന്നതാണ് ഈ ശരീരം. ആ ശരീരത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളെയും ഒട്ടിച്ചു വെച്ച് അത് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണവും ശ്വാസവും ഒക്കെ എടുക്കുന്നത്. ആ ശരീരം ഒരു ഉപകരണമാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സിലാണ് എല്ലാ ആശയങ്ങളും രൂപപ്പെടുന്നത്. പ്രവൃത്തി രൂപപ്പെടുന്നത് മനസ്സിലാണ്. രൂപപ്പെട്ട പ്രവൃത്തിയെ മനസ്സ് തന്നെയാണ് ശരീരാംഗങ്ങൾ കൊണ്ട് ചെയ്യിക്കുന്നത്. ചെയ്യിച്ച് അവസാനിച്ച് ആ അവസാനം ഓർമ്മ വെച്ച് അനുഭവിച്ച് ഓർമ്മയായി അറിവായി കയ്യിൽ വയ്ക്കുന്നതും മനസ്സാണ്. അപ്പം നിങ്ങൾക്കൊരു ശരീരമുണ്ടെങ്കിലും പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ വാസ്തവത്തിൽ ശരീരമല്ല, ഉൾവ്യക്തിത്വമാണ്. ആ ഉൾവ്യക്തിത്വത്തിൽ 2 ഘടകമുണ്ട്, മനസ്സ് ബുദ്ധി. ആ മനസ്സിലാണ് പ്രവൃത്തി രൂപപ്പെടുന്നത്. പ്രവർത്തിച്ചു എന്ന് ശരീരമല്ലല്ലോ പറയുന്നത് മുഴുവൻ മനസ്സല്ലേ. പ്രവൃത്തി രൂപപ്പെടുത്തുന്നത് മനസ്സ്.
ആ രൂപഭാവനയെ നടപ്പിലാക്കുന്നത് മനസ്സ് ശരീരാംഗങ്ങൾ കൊണ്ട്. അത് മുഴുവനാക്കി കഴിഞ്ഞാൽ ചെയ്തു എന്നൊരു ബോധം, അതിൻ്റെ സ്മരണ, അനുഭവം, അറിവ്, അതും മനസ്സിലാണ്. അപ്പം മനസ്സ് വിട്ട് നമുക്കൊരു പ്രവൃത്തിയുണ്ടോ? മനസ്സ് വിട്ട് ഒന്നുമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. കാര്യാകാര്യേ കിമപി സതതം നൈവ കർത്തൃത്വമസ്തി. കർത്തൃത്വം എന്നൊരു ഭാവം ഇവിടെ ഇല്ല. എവിടെ എങ്ങനെയാ ഉണ്ടാവുക? നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ശരീരം ഒരു ഉറയിറക്കിയ പോലെയാ. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിന് ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരം സ്ഥൂലമാണ്, ദ്രവ്യവും ഊർജവുമാണത്. മനസ്സോ സ്ഥൂലമല്ല, ദ്രവ്യമല്ല, ഊർജമല്ല. അപ്പം ശരീരവും മനസ്സുമായിട്ട് എന്താ ബന്ധം? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കണു. ആ പ്രവർത്തനത്തിലൊന്നും മനസ്സ് പങ്കെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വെള്ളം കൊണ്ട് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, നമ്മളാണ് ചെയ്യണത്. അത് മുഴുവൻ വെള്ളത്തിൽ ആരോപിക്കാൻ പറ്റുമോ? അഗ്നി ഉപയോഗിച്ച് നാം ശവത്തിനെ ദഹിപ്പിക്കണം. അത് കഴിഞ്ഞ് അഗ്നിയോട് ചോദിച്ചാൽ നീ ആ ആളെ ദഹിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് ദഹിപ്പിച്ചുല്ലോ എന്ന് പറഞ്ഞ് അഗ്നിയുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ദഹിപ്പിച്ചു എന്ന് അഗ്നി പറയുമോ? പറയില്ലല്ലോ. ശരീരം ഉപയോഗിച്ച് പല പ്രവൃത്തികളും ചെയ്യണു. ചെയ്തു എന്ന് അഭിമാനിക്കുന്നതോ തോന്നുന്നതോ മനസ്സിലാണ്. ചെയ്യിക്കുന്നത് മനസ്സ്, ചെയ്യണമെന്നുള്ള തോന്നൽ മനസ്സിൽ. ആ മനസ്സ് വിട്ട് ബുദ്ധി, അതും കഴിഞ്ഞ് നമുക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേന്ദ്രീയതയുണ്ട് നമ്മളിൽ. ആ കേന്ദ്ര സ്ഥാനത്തിൽ ശരീരവുമില്ല, മനസ്സുമില്ല, ബുദ്ധിയുമില്ല, അഹങ്കാരവുമില്ല. അതാണല്ലോ നമുക്ക് 5 കോശത്തിനെ പറ്റി പറയുന്നത്. അന്നമയ കോശം ശരീരം, പ്രാണമയ കോശം നമ്മുടെ ശ്വാസോച്ഛ്വാസം മുതലായത്, അത് കഴിഞ്ഞാൽ മനോമയ കോശം, ബുദ്ധി വിജ്ഞാനമയ കോശം, അത് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് ആനന്ദമയ കോശം. ഇതൊക്കെ കോശമാണ്, ഉറകളാണ്. നിറമൊന്നുമില്ലാത്തൊരു ബൾബ് കത്തിച്ചു. ആ ബൾബിൻ്റെ ചുറ്റും പല നിറത്തിലുള്ള 5 തുണികളെടുത്ത് മൂടി, ഒന്നിനു പുറമെ ഒന്ന്. ആ 5 തുണികൾ കൊണ്ട് മൂടിയാൽ പിന്നെയും ഒരു സ്വല്പം സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ പ്രകാശം കുറച്ചൊന്ന് പുറത്തു വരും, ഏതോ ഒരു നിറത്തിൽ വരും, അല്ലെങ്കിൽ 5 നിറവും കൂടിയിട്ട് വരും. വാസ്തവത്തിൽ ആ പ്രകാശിക്കുന്ന ബൾബ് ഈ 5 കോശത്തിൽപ്പെട്ടതാണോ? ഈ 5 തുണിയാണോ? ഓരോന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമ്മ കണ്ട നിറമൊന്നുമല്ല ബൾബിന്, ഒരു നിറവുമില്ലാത്ത പ്രകാശം മാത്രമായിട്ടുള്ളതാ. അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ 5 കോശത്തിന് അപ്പുറത്ത് കിടക്കുന്ന ആ ഞാൻ എന്ന് പറയുന്ന സത്താവിശേഷം, അധിഷ്ഠാനം. ആ സ്ഥലത്ത് ഒരു പ്രവൃത്തിയും ഏശുന്നില്ല, ഒരു പ്രവൃത്തി ഫലവും അവിടെ ചെന്ന് വീണൂല്ല. അത് നിശ്ചലമാണ്, നിർവികാരമാണ്, നിഷ്ക്രിയമാണത്. അവിടെ കർത്തൃത്വമില്ല. നൈവ കർത്തൃത്വമസ്തി ജീവൻ മുക്ത സ്ഥിതിരവഗതോ ദഗ്ധവസ്ത്രാവഭാസ. ആ ഉൾത്തലം അത് അസ്പൃഷ്ടമാണ്. ഒരു വിധത്തിലും സ്പർശമോ കറയോ കുറയോ അതിനേൽക്കുന്നില്ല. അങ്ങനെയുള്ള ആ ആത്മതലത്തെ വേണ്ടതുപോലെ ഉണർന്നവൻ പിന്നെ അവിടുന്ന് ആ ആളുടെ താതാത്മ്യം അതായിട്ടായി. ദേഹം ഇപ്പുറത്തുണ്ടായിക്കോട്ടെ, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, എപ്പോഴെങ്കിലും ധരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാറുണ്ടോ ഞാൻ വസ്ത്രമാണെന്ന്? വസ്ത്രമാണെന്നുള്ളൊരു താതാത്മ്യം നമുക്ക് വരുന്നില്ലല്ലോ. എപ്പോഴും ശരീരത്തിൽ വസ്ത്രമുണ്ട്, എന്നാലും നമ്മൾക്ക് വസ്ത്രതാതാത്മ്യമില്ല. അതുപോലെ ദേഹതാതാത്മ്യമോ മനസ്താതാത്മ്യമോ ബുദ്ധിതാതാത്മ്യമോ അഹങ്കാര താതാത്മ്യമോ നമുക്കുണ്ടാവില്ല. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ആ ആത്മതലം നിസ്സംഗം, നിർവികാരം, നിശ്ചലം, നിരാമയം, അങ്ങനെയുള്ളതാ. ആ നില മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവൻ മുക്ത സ്ഥിതിരവഗതോ, നമ്മുടെ ജീവൻ മുക്തമായിട്ടാണ് ഇരിക്കുന്നത്, ബദ്ധമായിട്ടല്ല. ശരീരത്തോടുകൂടി ബന്ധപ്പെട്ട അവസ്ഥയ്ക്കാണ് ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടാലും ശരി ആ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും, ഇപ്പൊ അഗ്നിയിൽ വെച്ച് പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നു. അതിൽ സാമ്പാർ, ഓലൻ, എലിശ്ശേരി, മോരൊഴിച്ച കൂട്ടാൻ പലതും ഉണ്ടാക്കുന്നുണ്ട് അഗ്നി ഉപയോഗിച്ച്. പക്ഷെ ഇതിലൊക്കെ അഗ്നിക്ക് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ലല്ലോ. അത് അതിൻ്റെ പാട്ടിൽ ഔഷ്ണ്യവും പ്രകാശവുമായിട്ടിരിക്കണു, അത്ര മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ച് പലതും ചെയ്യണു. ആ അഗ്നിക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. അഗ്നിയോട് പറയാൻ പറ്റുമോ ഈ ഉണ്ടാക്കിയ സാധനങ്ങളിൽ നിന്നൊക്കെ ബന്ധനം നിനക്ക് ഏറ്റിട്ടുണ്ടെന്ന്?
അതുപോലെ നമുക്കിവിടെ ഒരു ഉദാഹരണവും ശരിയല്ല, പൂർണ്ണമല്ല കേട്ടോ, ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ മുക്തസ്ഥിതിരവഗതോ ദഗ്ധവസ്ത്രാവഭാസ. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, വർണ്ണം കൊണ്ട്, ആകൃതി കൊണ്ട്, മിനസം കൊണ്ട്, വിലപിടിപ്പ് കൊണ്ട് പലതും ഉണ്ട്. കണ്ടാ ഒക്കെ വ്യത്യാസ. ഒരു തീക്കൊള്ളി വെച്ചാൽ അങ്ങോട്ട് കത്തിച്ചു കളയൂ, എല്ലാം വേറെ വേറെ അതേപോലെ അങ്ങോട്ട് കരിഞ്ഞു കിടക്കട്ടെ. ആ കരിഞ്ഞ വസ്ത്രത്തിൽ എല്ലാറ്റിലും വല്ല വ്യത്യാസവും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഈ ലോകത്തിൽ കാണുന്ന നാനാവിധ വസ്തുക്കൾ മുഴുവനും ആ ആത്മജ്ഞാനാഗ്നി കൊണ്ട് ദഹിപ്പിച്ച് അതിൻ്റെ ഗുണവും മഹിമയും ഒക്കെ അങ്ങോട്ട് പോയി. അതൊക്കെ പോയിട്ട് ദഗ്ധവസ്ത്രാവഭാസ, കരിഞ്ഞങ്ങോട്ട് കിടക്കണ കരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ആത്മജ്ഞാനം എന്ന് പറയുന്ന അഗ്നിക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട ഒരു കർമ്മമാണ്. ഒരൊറ്റ പ്രവൃത്തിയെക്കുറിച്ചും ഒരു കർത്തൃത്വ ബോധമുണ്ടാവില്ല. 10 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടാവും അമ്മ. അമ്മയുടെ ശരീരം ഒന്നാ, ഉണ്ടായത് 10 കുട്ടികളാണ്. ഈ 10 കുട്ടികൾ അമ്മയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാപേക്ഷികത്വമേ കൽപ്പിക്കാൻ പറ്റുള്ളൂ. അമ്മയ്ക്കൊരു സ്വഭാവമാണ്, 10 കുട്ടികൾക്ക് 10 സ്വഭാവമാണ്. ഇങ്ങനെ പലതും ചെയ്താലും ആത്മജ്ഞാനാഗ്നി കൊണ്ട് ഈ പ്രവൃത്തിയെ മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിച്ചു എന്നുണ്ടെങ്കിൽ എന്തുവരും? തന്നെക്കുറിച്ച് ഒരു വിധത്തിലുള്ള കർത്തൃബോധവും ആ അമ്മയ്ക്ക് ഉണ്ടാവില്ല. ലോകത്തിൽ പലതും നടക്കണം. ഒരു മാവിൽ 500 മാങ്ങയുണ്ടായി, എന്നെ ചൊല്ലി 10 കുട്ടികളുണ്ടായി. മാവിൽ മാങ്ങയുണ്ടായതിൻ്റെ മുകളിൽ മാവിന് വല്ല കർത്തൃത്വം ഉണ്ടോ? ഇല്ല. അതുപോലെ എനിക്ക് 10 അല്ല 100 കുട്ടികളുണ്ടായാൽ എന്താ? ഒരു കർത്തൃത്വവും എനിക്കില്ല. ഇതൊക്കെ പ്രകൃതിയുടെ സംവിധാനത്തിൽപ്പെട്ട് ഗർഭകോശത്തിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിൻ്റെ പരിണതഫലമായി ഉണ്ടായിത്തീർന്ന ഗർഭവും ജന്മവുമൊക്കെയാണ്. ബാക്കി പല കാര്യകാരണ ശൃംഖലകൾ ഉള്ളതുപോലെ ഇതും ഒരു ശൃംഖല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിലെനിക്ക് കർത്തൃത്വം അടിച്ചേൽപ്പിക്കാൻ ലോകത്തിൽ ഒരാൾക്കും സാധിക്കില്ല. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന്, ഭഗവാന് കർത്തൃത്വമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഭഗവാന്റെ അംശമെന്ന് പറയുന്ന ജീവന് അത് ചുരുങ്ങിയ തോതിൽ ചെയ്യുന്ന പ്രവൃത്തികളോട് എന്തിനാണ് കർത്തൃത്വം? അപ്പൊ തത്വം അറിയാത്തത് കൊണ്ടാണത്. വസ്ത്രങ്ങളെല്ലാം ദഹിച്ച പോലെ ആയിത്തീരുന്നു. ഏവം ദേഹേ പ്രവിലയഗതേ തിഷ്ഠമാനോ വിമുക്തോ, ഏവം ദേഹേ പ്രവിലയഗതേ. ഇങ്ങനെ നമ്മുടെ ദേഹം, ദേഹബോധം, ദേഹത്തെ ചൊല്ലിയുള്ള കർത്തൃഭോക്തൃഭാവങ്ങൾ ഇതെല്ലാം നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്ന സാഗരത്തിൽ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ തിഷ്ഠമാനോ വിമുക്തോ. എങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രവൃത്തി ഫലങ്ങളെയും ചൊല്ലി രാപ്പകൽ ആവലാതിപ്പെട്ട് കഴിഞ്ഞിരുന്നുവോ, അതേപോലെ ഇപ്പൊ ആവലാതി മുഴുവനും പോയി റിലാക്സ്ഡായി സ്വതന്ത്രമായി നമ്മുടെ ഉൾവ്യക്തിത്വം അഴഞ്ഞ് ചുരുളൊക്കെ നിവർന്ന് അങ്ങനെ വിസ്തൃതമായിട്ട് കിടക്കുക. അതാണ് ഈ ജീവൻ മുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിലയിൽ എത്തിയിട്ടുള്ള എനിക്ക് ശുകമഹർഷി പറയുകയാണ്, നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധ. എനിക്ക് ആര് എന്ത് വിധിയും എന്ത് നിഷേധവും കൽപ്പിക്കാനാണ്? ഒന്നുമില്ലാന്ന്. ഇതൊക്കെ എന്തിനാ ഞാൻ പറയണത്? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തതോ യുദ്ധായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അർജുന, ഞാൻ ഈ പറഞ്ഞു തരുന്നത് മുഴുവനും അർജുനന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ അങ്ങോട്ട് തീരണം, സംശയങ്ങൾ അങ്ങോട്ട് പോകണം, അയവ് വരണം. എന്നിട്ടോ സമർത്ഥമായി ഇവിടെ എന്ത് കാര്യത്തിന് വന്നു ആ കാര്യം നിർവഹിക്കാൻ പറ്റണം. ആ നിർവഹണം എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ഒരേ ദിവസവും ആയിരക്കണക്കിന്, നൂറുകണക്കിനല്ല, 1000ഉം 10,000ഉം കണക്കിന് ജനങ്ങൾ ഇവിടെ വീഴാനാ പോണത്. അത് വെറുതെ വീഴല്ല, അസ്ത്രങ്ങളേറ്റു വീഴാനാ പോണത്. അത് അർജുന, നിന്റെ ഭാഗത്തും ഉണ്ടാവും, അവരുടെ ഭാഗത്തും ഉണ്ടാവും. സ്വകീയരും മരിക്കും, ശത്രുപക്ഷക്കാരും മരിക്കും. ഇങ്ങനെ മരിച്ചു വീഴുന്ന സമയത്തും നിന്റെ മനസ്സിനൊരു കൂസലില്ലാതെ, എവിടുന്ന് തുടങ്ങി? 45 ലക്ഷത്തിൽ നിന്നാ തുടങ്ങുന്നത്. അവസാനം ബാക്കി വരണതോ 10 പേര് മാത്രം. 18 ദിവസം കൊണ്ടാണ് ഇവരെ എല്ലാവരും പഴുത്ത മാങ്ങ വീണ പോലെ വീഴാൻ പോണത്. ഇവരൊന്നും പഴുത്തിട്ട് വീണതല്ല, പച്ചമാങ്ങയും വീഴും, അതിൽ കണ്ണിമാങ്ങയും ഉണ്ടാവും.
അങ്ങനെ വീഴുന്ന സമയത്ത് ഒരു കൂസലും നമുക്ക് ഉണ്ടാവരുത്. അപ്പം മനസ്സിൻ്റെ കൂസലൊക്കെ പോയി, ചാഞ്ചല്യമൊക്കെ തീർന്ന്, ഭ്രമവും മോഹങ്ങളും തീർന്നു പോയി, സ്ഥിരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവാണ് നിനക്ക് ഞാൻ പകർന്നു തരുന്നത്. ഇത് പ്രവർത്തന മേഖലയിൽ ശോഭിക്കാനാണ്. യോഗവാസിഷ്ഠ രാമായണത്തിൽ മുമുക്ഷു പ്രകരണത്തിൽ പറയുകയാണ് ശ്രീരാമൻ നല്ലൊരു കുലത്തിൽ ജനിച്ച് വസിഷ്ഠാദികളാൽ പഠിപ്പിക്കപ്പെട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ ശ്രീരാമനും അറിയാം ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട നിലയുണ്ടെന്ന്. അത് രാമന്റെ ഭാഷയിൽ വിവരിക്കുകയാണ്. വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ യഥാസ്ഥിത ഹരിഹര പത്മജാദയ നരോത്തമ സമധിഗത ആത്മദീപകാഹ തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. ആ പദലാളിത്യം കണ്ടു നിങ്ങൾ? ഏറ്റവും ക്ലിഷ്ടം എന്ന് പറയുന്ന ആത്മജ്ഞാന മഹിമയെ ഇങ്ങനെ രസകരമായി, ഹൃദ്യമായി, ആകർഷകമായി, സൗന്ദര്യപൂരിതമായി പദങ്ങൾ കൊണ്ട് അങ്ങനെ പൊതിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു ശ്ലോകം അത് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു വിഷമവുമില്ല. വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ. നോക്കൂ ആ മീറ്റർ, ആ വൃത്തം എത്ര വിശേഷപ്പെട്ടതാണ്. വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ യഥാസ്ഥിത ഹരിഹര പത്മജാദയ നരോത്തമ സമധിഗതാത്മദീപകാഹ തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. എന്തൊരു രസാപ്പാത്! ഇത് ജ്ഞാനം കിട്ടിയോ കിട്ടിയില്ല, ഈ ശ്ലോകം വായിച്ചാൽ സന്തോഷിക്കാത്തവരില്ല. പദ്യത്തിനും കാവ്യത്തിനുമുള്ള ഒരു വിശേഷമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്ലോകം എന്ന് പറഞ്ഞാൽ ശോകം നീക്കുന്നതാ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഈ ഭൂമാനന്ദ സ്വാമിജി ലോകത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളാ. ഞാൻ എപ്പോഴും പറയും സഞ്ചരിക്കുന്ന ഒരു വിശ്വവിദ്യാലയമാണെന്ന്. ഞാൻ കേരളത്തിലാണ് നമ്മുടെ ശരീരം ജനിച്ചത്. മലയാളം ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. മലയാളമാണല്ലോ നമ്മുടെ ഭാഷ. ഞാൻ പഠിച്ചത് സംസ്കൃത. ഞാൻ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമാകാം മലയാളവും ആകാം. അപ്പം ഞങ്ങളൊക്കെ സംസ്കൃതം എടുത്തിട്ടുള്ളവരാണ്. വടക്കാഞ്ചേരി സ്കൂളിനൊരു വിശേഷം, കൂടുതൽ കുട്ടികൾ സംസ്കൃതത്തിനും കുറവ് കുട്ടികൾ മലയാളത്തിനാണ്. അതല്ല സാധാരണ തോത്. എന്താണെന്നറിയില്ല. വടക്കാഞ്ചേരിയിലും പരിസരത്തുമുള്ളവരെല്ലാവരും കുറേ സംസ്കാര സമ്പന്നരായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ സംസ്കൃതത്തിന് കൂടുതൽ കുട്ടികൾ. അന്നൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താ? സംസ്കൃതം എടുക്കണം, അതിലാ മാർക്ക് കൂടുതൽ കിട്ടുക. മലയാളം എടുത്താൽ മാർക്ക് കിട്ടില്ല എന്ന് പറയും. അപ്പം മാർക്ക് കിട്ടാൻ വേണ്ടി സംസ്കൃതം എടുത്തവരും ഉണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ മലയാളത്തിലാണ് നമ്മുടെ സംസാരമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മലയാളം നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. മലയാള പുസ്തകങ്ങൾ വായിക്കാറില്ല. അങ്ങനെ പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് പോയി ഞാനിങ്ങനെ സന്യാസിയായി 23-ാമത്തെ വയസ്സിൽ സഞ്ചാരം തുടങ്ങി. ആ സഞ്ചാരത്തിൽ എത്ര സംസ്ഥാനങ്ങളിലും ഭാഷക്കാരുടെ ഇടയിലാണ് പോയിരിക്കണതെന്നറിയോ? തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, അവിടുന്ന് അങ്ങോട്ട് ഒറീസ, പിന്നെ വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഇതപ്പം ഇപ്പോൾ ജാർഖണ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, പിന്നെ കാശ്മീർ, ബോംബെ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, എന്തൊക്കെയാ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരോട് കൂടി എനിക്ക് പെരുമാറണം. നമ്മുടെ സദസ്യരാണ് അവരൊക്കെ എന്നാണല്ലോ അർത്ഥം. ഞാൻ ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ കുറേ ശ്ലോകങ്ങൾ പഠിപ്പിക്കാനുള്ളൊരു ക്ലാസ് എടുത്തു. നോക്കിയപ്പോൾ ഒരു 10, 12, 13 ഭാഷക്കാരുണ്ട് അവിടെ. അവർക്കൊക്കെ ഈ ഞാൻ സംസ്കൃതം ശ്ലോകങ്ങൾ പറഞ്ഞ് ഏറ്റു ചൊല്ലി പഠിപ്പിക്കേണ്ടായി. ഞങ്ങളുടെ കയ്യിലൊരു ടേപ്പുണ്ട്, അവരെല്ലാവരും കൂടി പറയുന്നത് ചൊല്ലുന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ സംസ്കൃത ശ്ലോകങ്ങൾ ഞാൻ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആ സംസ്കൃത ശ്ലോകങ്ങളെ കൂട്ടുപിടിച്ചോ മുൻനിർത്തിയോ ആണ് എൻ്റെ തത്വപ്രവചനം മുഴുവനും. അതല്ലാതെ ഞാൻ സംസാരിക്കുന്ന സ്ഥലം വളരെ കുറയും. അത് ഒരു ദിവസം അങ്ങനെ സംസാരിച്ചാൽ രണ്ടാമത്തെ ദിവസം ഞാൻ സദസ്യരോട് ചോദിക്കും, ഞാൻ സംസ്കൃത ശ്ലോകം അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കത് കേൾക്കണമെന്ന്. അമേരിക്കയിൽ പോയപ്പോഴും ചോദിച്ചു. ഒറ്റ ശ്ലോകം പറയാതെയാണ് സംസാരിച്ചത് 2 ദിവസം. 3-ാം ദിവസം ആകുമ്പോഴേക്കും എനിക്കിതൊക്കെ ശ്ലോകം പറഞ്ഞ് പറയണതാ ഇഷ്ടം, നിങ്ങൾക്ക് കേൾക്കണോ ചോദിച്ചു ഞാൻ. സ്വാമിജി ഒരു ശ്ലോകം പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ എന്നായി. ഒരു ശ്ലോകം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ശ്ലോകം പറഞ്ഞാൽ മതിയെന്ന്.
നോക്കൂ അതിൻ്റെ വിശേഷം. വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ യഥാസ്ഥിത ഹരിഹര പത്മജാദയ. ഈ കവികളുണ്ടല്ലോ, അവർ ഉപായപ്പെട്ടവരൊന്നുമല്ല. ആ കവിയുടെ ദർശനത്തിനെ തടഞ്ഞു നിർത്താൻ ലോകത്തിൽ ഈശ്വരൻ പോലുമില്ല. അവരങ്ങനെ ഇരിക്കും, മത്ത് പിടിച്ചിരിക്കണമായി. എന്നിട്ട് അവരുടെ ബുദ്ധിയിലും മനസ്സിലും ഉദിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വാഗ്വിലാസത്തോടു കൂടി പ്രകടമാക്കുക. അവരെന്ത് പറയാൻ പോകുന്നു അവർക്ക് തന്നെ അറിയില്ല. ഒരു പദമാണ് അടുത്ത പദത്തെ നിശ്ചയിക്കുക. ആ 2 പദവും കൂടി മൂന്നാമത്തെ പദത്തെ ആനയിക്കും. ഈ 3 എന്നിട്ട് സംയുക്തമായി ഗമിക്കും, പോകും. എന്നിട്ട് അവർ എത്തിച്ചേരുന്ന സ്ഥലം മുഴുവനും എന്തോ അവിടെ കവിയും പോവും. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ, ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങളെ വായ കൊണ്ടും അക്ഷരം കൊണ്ടും പ്രകടമാക്കാൻ പറ്റുന്നതാണ് കാവ്യം. അതിൽ കവി പേരിന് മാത്രം ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നയിക്കുന്നത് എന്തോ വിശേഷപ്പെട്ട ഒരു വൈഭവമാണ്. അത്ര വിശേഷപ്പെട്ടതാണ് ഈ കാവ്യം. ഇവിടെ നോക്കൂ, വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ. വികൗതുക എന്താ അതിനർത്ഥം? ഈ ലോകത്തെ നോക്കി അതിൽ പലവിധത്തിലുള്ള കൗതുകങ്ങൾ കാണുന്നവരാണ് മനുഷ്യർ. എന്ത് സാധനം കണ്ടാലും അവർക്ക് ഭ്രമമാണ്, മോഹമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ജനക മഹർഷി വളർത്തിക്കൊടുത്ത ആ സീതയാണ് ഓർമ്മ വരുന്നത്. സീത കാട്ടിലേക്ക് പോകുമ്പോൾ രാമനോട് പറയുണ്ടായി. രാമൻ പറഞ്ഞു, ജാനകി നീ എൻ്റെ കൂടെ വരണ്ട. അവിടെ കല്ലും മുള്ളും ഇരുട്ടും ഒക്കെയാണ്. അവിടെ നീ വിചാരിക്കുന്ന മാതിരി എളുപ്പത്തിൽ പോകാൻ പറ്റില്ല. മൊന്തയൊക്കെ ഉണ്ടാവും, കല്ല് മൂർച്ചയുള്ളത് ഉണ്ടാവും, പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടായി എന്ന് വരാം, കാറ്റ് വീശാം, പേമാരി ഉണ്ടാവും. ഇവിടെയൊക്കെ ഈ റൂഫിൻ്റെ താഴത്ത് നടക്കുന്ന പോലെയല്ല എന്ന് പറഞ്ഞപ്പോൾ സീത ദേഷ്യവും പ്രതിരോധവുമായിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പലരും രാമായണം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാമനും സീതയെ കൂട്ടാതെ പോയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നാലെ വരും. അങ്ങുണ്ടെങ്കിൽ, ഭവാൻ ഉണ്ടെങ്കിൽ എനിക്ക് ശ്മശാനവും സ്വർഗതുല്യമാണ്. ഭവാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ അയോധ്യ ശോകമൂകമാണ്, ശ്മശാനതുല്യമാണ്. അതുകൊണ്ട് എവിടെയാണെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പൊ ശ്രീരാമനാണ് സീതയ്ക്ക് ജന്മസാഫല്യം, സൗഭാഗ്യഹേതു എല്ലാം. രാമസാന്നിധ്യത്തിൽ സൗഭാഗ്യം നിറഞ്ഞു, ഇല്ലെങ്കിലോ ദൗർഭാഗ്യപൂരിതമായി. ഇതൊക്കെയാണല്ലോ പറയുന്നത്. അതേ സീത 13 കൊല്ലം ദണ്ഡകാരണ്യത്തിൽ കഴിച്ചുകൂട്ടി. അവിടെ രാക്ഷസന്മാരെയൊക്കെ കൊന്നങ്ങനെ നടന്നു. 1 കൊല്ലം തപസ് ചെയ്യാൻ വേണ്ടി ജനസ്ഥാനത്ത് ചെന്നു. അവിടെ ഒരു കുടീരമുണ്ടാക്കി, ഒരു ഉദ്യാനമുണ്ടാക്കി. അവിടെ ഒരു സ്വർണ്ണമാൻ വന്നു. ആ സ്വർണ്ണമാനെ കണ്ട് ഈ ജാനകിക്ക് ഭ്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്നോട് പറയണം, ഭ്രമിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. എന്നാൽ സ്വർണം കാണാതെ കിടക്കുന്ന ആളാണോ ഈ ജാനകി? അപ്പൊ ആ സ്വർണ്ണമാനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ആ കൗതുകത്തിൻ്റെ പേരിലാണ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ രാവണന്റെ ഹസ്തങ്ങളിൽ പെട്ടത്. അപ്പം മനുഷ്യന് ശത്രു ആരാ? മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത് ബാഹ്യവസ്തുവോ അതോ ബാഹ്യവസ്തുക്കളോട് തോന്നുന്ന ആകർഷണമോ വികർഷണമോ? അതാണ് ഇവിടെ പറയുന്നത്. വികൗതുക. ഈ ലോകത്തിനോട് നിങ്ങൾക്ക് എന്തിനു ഭ്രമം തോന്നണു? ഞാനിന്ന് കാലത്ത് ആഫീസിലിരിക്കുമ്പോഴാണ് സപ്തേന്ദ്ര എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് കുറച്ചു നേരം സംസാരിക്കണം എന്ന് പറഞ്ഞ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചത് ധ്യാനകാരിയാണ്. ധ്യാനിച്ച് മനോവൃത്തികളെല്ലാം പോയി ശാന്തമായി അങ്ങനെ അങ്ങോട്ട് ഇരിക്കണു. ഞാൻ കുറേ കാലമായി ഈ അനുഭവം വരണു. പക്ഷെ അവിടുന്ന് അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയായി, വിഷമായി. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാവരും കിടന്നുറങ്ങണു. ആ ഉറക്കത്തിൽ നിന്ന് നമുക്കൊരു പാഠമോ ഒരു മൂല്യമോ കടഞ്ഞെടുക്കാൻ പറ്റണില്ല. അതേമാതിരി ധ്യാനിച്ച് നിങ്ങൾ ധ്യാനമഗ്നതയിൽ ചിത്തവൃത്തികളെല്ലാം അസ്തമിച്ചു പോയി അവിടെ 10,000 കൊല്ലം ഇരുന്നോളൂ, നിങ്ങൾക്ക് ഒരു പ്രബോധനവും വരാൻ പോണില്ല. എവിടേക്കാണ് ഞാൻ പോയത്, എന്താണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് തത്വവിചാരം ചെയ്യണം. നമ്മുടെ ഭൂമി എന്താ? വെറും ഭൂമി, മണ്ണുതരി മാത്രമേ ഉള്ളൂ. അത് വേണ്ടതുപോലെ ശരിയാക്കിയതിന് ശേഷം അതിൽ വിത്ത് കുത്തിയിട്ടെന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, നോക്കൂ അവിടെ മരം നിൽക്കണു.
ആ മരത്തിൻ്റെ അടിയിൽ എന്താ? ഭൂമി. ഭൂമി ഭൂമി ആ ഭൂമിക്ക് വല്ല നിറമുണ്ടോ? ഇല്ല. അതിൽ വേരൂന്ന് ഇതാ ഒരു മരം വന്നിരിക്കുന്നു. അതിൽ തടിയുണ്ട്, കൊമ്പുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്. ഇത് മുഴുവനും എങ്ങനെയാ ഉണ്ടായിത്തീർന്നത്? ഇത് മുഴുവനും ഉണ്ടാക്കി തീർത്തത് ആരാ? എല്ലാം ഭൂമിയിലാണ് വളരുന്നത്. ആ ഭൂമിയിൽ നിന്നാണ് ഈ രമണീയത, ഈ ആനന്ദകരത്വം മുഴുവൻ ഉള്ളത്. അപ്പം ആ ഭൂമിയോട് നിങ്ങൾക്കൊരു വിലയും ഒരു മതിപ്പും ഇല്ലാണ്ടിരുന്നാൽ പറ്റുമോ? സർവ്വസസ്യലതാദികളും വളരുന്നത് ഭൂമിയിലാണല്ലോ. അപ്പൊ ഭൂമിക്കോ മഹിമ കൂടുതൽ, അതോ ഉണ്ടായ വൃക്ഷങ്ങൾക്കോ? ഈ പ്രപഞ്ചത്തിനെ നോക്കിക്കാണുന്നത് നമ്മളാണ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള സോഴ്സ് ഒന്നുണ്ടല്ലോ, ഒരു സ്രോതസ്. ആ സ്രോതസ്സിനോടല്ലേ നിങ്ങൾക്ക് ആകർഷണം തോന്നേണ്ടത്? ആ സ്രോതസ് ഉള്ളിലാണ്. ഉള്ളിലുള്ള വസ്തുവോട് ആകർഷണം തോന്നിയാൽ നിങ്ങൾക്ക് ദൗർബല്യമോ അടിമത്തമോ ഇല്ല. ഇവിടെ ഒരു സ്വർണ്ണമാന കണ്ടു. ആ മാൻ എന്നിൽ നിന്ന് ദൂരെ ദാ നോക്കണു, കണ്ണിട്ടിട്ട് വാലിട്ട് അളക്കണു, ആകർഷണം കൂടി. ഉടനെ ആ മാനെ പിടിച്ചു തരണമെന്ന ഈ രാമചന്ദ്രനോട്. പാവം രാമചന്ദ്രൻ അതിന് എഗ്രി ചെയ്തു. ലക്ഷ്മണൻ പറഞ്ഞു ഇത് ശരിയല്ല എന്ന്. സാരില്ല എന്ന് പറഞ്ഞ് രാമൻ പോയി. ടപ്പ് കഴിഞ്ഞു. അപ്പൊ ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള കൗതുകം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കൂ. ഇതിൽ കൗതുകം തോന്നാൻ എന്താ ഉള്ളതൊരു മനുഷ്യ മനസ്സിനെന്ന്? മനുഷ്യന്റെ മനസ്സിനും ബുദ്ധിക്കും ഇവിടെ കൗതുകം തോന്നാനായി ഒരു സാധനമില്ല. സർവ കൗതുകങ്ങൾക്കും രൂപം കൊടുക്കുന്നത് നിങ്ങളുടെ ഉള്ളാണ്. ഉള്ളുണർവാണ്. നിങ്ങൾ ഉണർന്നപ്പോഴാണ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകം ഗ്രാഹ്യമായത്, ഗ്രഹിച്ചത്. ആ ലോകത്തിൻ്റെ പതിപ്പ് മുഴുവനും നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൻ്റെ വൈഭവം വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വൈഭവമോ അതോ മനോവൈഭവം വിട്ടൊരു ലോകവൈഭവം അവിടെ വസ്തുക്കളിലുണ്ടോ? മറുപടി പറയും കൂട്ടരെ. നിങ്ങളിത് കേട്ട് കാലം എത്രയായി? മറുപടി പറയൂ എന്നോട്. നമ്മുടെ മനസ്സിനെ വിട്ട് ഒരു ലോകവൈഭവം ഇവിടെയുണ്ടോ? ഒരാനയെ കണ്ടാൽ ആനയാണെന്ന് പറയുന്നത് നമ്മുടെ കണ്ണല്ല, മനസ്സാണ്. സമുദ്രമാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പം മനസ്സിൽ വിരിയാത്ത ഒരു ലോകമില്ല. മനസ്സ് രൂപം നൽകാത്ത ഒരു വസ്തുവിശേഷം ഇവിടെ ഇല്ല. ആ മനസ്സിനെ, എല്ലാറ്റിനും ഉറവിടവും സ്രോതസ്സുമായിരിക്കുന്ന മനസ്സിനെ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പിച്ച തണ്ടാൻ പോണുണ്ടല്ലോ ഈ ലോകവസ്തുക്കളുടെ പിന്നാലെ. വല്ല അർത്ഥമുണ്ടോ കൂട്ടരെ നിങ്ങൾക്കിതിൽ? അതാണ് പറയണത്. ഒരു തത്വജ്ഞാനിക്ക് ഒരു ദിവസം സമുദ്രം വറ്റി വരണ്ട് അതിൻ്റെ അടിയിലുള്ള പാറയും മണൽത്തിട്ടും പുറത്തു വന്നാൽ ആ മനുഷ്യന് അതിശയം തോന്നില്ല. ഹിമാലയവും മേരുപർവ്വതവും ഉരുകി വെള്ളമായി തീർന്നാലും അത്ഭുതം തോന്നില്ല എന്ന്. ഒന്നിനോടും അത്ഭുതം തോന്നില്ല. എന്താ കാര്യം? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. എല്ലാറ്റിലും വെച്ച് ആശ്ചര്യവത്തായിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവും ഉള്ളാത്മാവുമാണ്. നിങ്ങളെല്ലാവരും മഹാത്ഭുതം പേറി നടക്കുന്നവരാണ്. ഈ ലോകത്തിൽ മഹാത്ഭുതം പേറി നടക്കുന്നവരാണ്. ഭക്തിഭാഷയിൽ പറയണമെങ്കിൽ പരമേശ്വരനെ ഹൃദയത്തിൽ പേറി നടക്കുന്നവരാണ് ഇവിടെയുള്ള സർവ്വ ആൾക്കാരും. മാവോയിസ്റ്റ് അടക്കം, നക്സലൈറ്റ് അടക്കം, ടെററിസ്റ്റുമാരടക്കം. പാവം, അവർക്ക് അറിയണില്ല. 4 ആളെ കൊന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? 10 വെടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? വെടിയുണ്ട പോയി, മനുഷ്യൻ നഷ്ടപ്പെട്ടു. ഇന്നല്ലെങ്കിൽ നാളെ ആ വ്രണം അവരുടെ മനസ്സിനെ വിട്ടുപോവില്ല. ഇവിടെ കൗതുകപ്പെടാനായിട്ട് ഒരു സാധനമില്ല. വികൗതുക വിഗത വികൽപ്പ വിപ്ലവാ. ഈ വാക്കിനൊരർത്ഥം ഉണ്ടപ്പാ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. വിഗത വികൽപ്പ വിപ്ലവാഹ. ഒരു സംഗതിയെ കാണുന്നത് നമ്മുടെ മനസ്സ്, അതിനെ ഭാവന ചെയ്ത് വിലമതിക്കുന്നത് നമ്മുടെ മനസ്സ്, അതുകൊണ്ടുണ്ടാവുന്ന ആകർഷണ വികർഷണങ്ങൾ നമ്മുടെ മനസ്സിൽ. അപ്പം നമ്മുടെ മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ കണ്ട് ഗ്രഹിച്ച് ആ ഗ്രഹിച്ചതിൻ്റെ മുകളിൽ വികാരഭൂയിഷ്ഠതയോടുകൂടി പ്രതികരിക്കുന്നത്. അപ്പം ഇവിടെയുള്ള സർവ്വ കാര്യങ്ങളും വികൽപ്പ വിപ്ലവങ്ങളാണെന്ന്. വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് വരുന്ന ഭാവമാറ്റങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം എന്നൊക്കെ പറയൂല്ലോ. ആ പറയുന്നത് മുഴുവൻ മനസ്സ് തൊടുക്കുന്നതാണ്. മനസ്സിൻ്റെ വിപ്ലവങ്ങളാണ്. വികൽപ്പം കൊണ്ട് വരുന്ന വിപ്ലവങ്ങളാണ്. അത് മുഴുവനും കൊഴിഞ്ഞ് ഉലർന്നങ്ങോട്ട് പോയി.
എന്നിട്ട് അവര് ലോകത്തിൽ എന്ത് ചെയ്യണു? ഇരിക്കണു ഭംഗിയായി. എങ്ങനെ? യഥാസ്ഥിത ഹരിഹര പത്മജാദയ. യഥാസ്ഥിത. നമ്മുടെ ദൃഷ്ടിയിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് 3 ത്രിമൂർത്തികളുണ്ടല്ലോ. ആ ബ്രഹ്മാവ് എന്തൊക്കെയാ സൃഷ്ടിക്കണത്? ഉള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാ. പാവം രാപ്പകൽ, ഒരു ദിവസം ഒരു സൺഡേ ഹോളിഡേ ഇല്ല. ഓണത്തിനും ഇല്ല മുടക്കം, വിഷുവിനും ഇല്ല മുടക്കം, തിരുവാതിരയ്ക്കും ഇല്ല പാവം. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. ആ സൃഷ്ടിയിലോ നല്ലതും ചീത്തയും ഒക്കെ പെടും. അതിൽപ്പെട്ടതാണല്ലോ ഇവരെല്ലാവരും. ഹിരണ്യകശിപുവും അതിൽപ്പെട്ടതാണ്, പ്രഹ്ലാദനും അതിൽപ്പെട്ടതാണ്, രാവണനും അതിൽപ്പെട്ടതാണ്, ഒരു കൊടുംക്രൂരൻ ദുര്യോധനും അതിൽപ്പെട്ടതാ. അപ്പം ഇതിങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അപ്പം അദ്ദേഹത്തിന് നല്ലതും ചീത്തയും. ഇപ്പം നിങ്ങളോട് സൃഷ്ടി ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞ, സ്വാമിജി എന്തൊക്കെ സൃഷ്ടിക്കേണ്ടി വരും? നല്ലതൊക്കെ സൃഷ്ടിക്കണം. അത് കഴിഞ്ഞാലോ കരിമൂർഖനെയും സൃഷ്ടിക്കണം. അയ്യോ അത് പറ്റില്ല, മൂർഖൻ കടിക്കും, അത് വലിയ പാപ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറുമല്ലോ. ബ്രഹ്മാവിന് പിന്മാറാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലെല്ലാം പെടും. അങ്ങനെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ, ഇതാണ് അദ്ദേഹത്തിൻ്റെ നില. അപ്പൊ ബ്രഹ്മാവിന് സൃഷ്ടിദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വികൽപ്പ വിപ്ലവങ്ങളെല്ലാം വിഗതമായതുകൊണ്ടാണ്. അതുമാതിരി ഹരിഹര പത്മജാദയ. പിന്നെ ഒരാളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന് ഈ ലോകത്തിനെ എങ്ങനെയായാലും താങ്ങി രക്ഷിക്കണം. ബ്രഹ്മാവ് സൃഷ്ടിച്ചതിൽ പലതും കുന്ത്രാപ്പുണ്ടാക്കുന്നതാണ്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കണത്? ഹിരണ്യകശിപുവിന് വരം കൊടുത്ത എന്തൊക്കെയാണ് ഈ ബ്രഹ്മാവ് വരുത്തി വെച്ചത്? എന്നിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ്. ഉറങ്ങാൻ്റെ എന്ത് ചെയ്യും? ലോകകാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഉറക്കേ വരുള്ളൂ. അയ്യോ, ഇവർ വരുത്തുന്ന കലാപങ്ങളും കുസൃതികളും എല്ലാം കൂടി ആലോചിച്ചാൽ ക്ഷീണം വരാത്ത മനസ്സുണ്ടോ? അപ്പം ആവശ്യം വരുമ്പോൾ ഉണർത്തിയാൽ അദ്ദേഹം എണീക്കും. എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ? ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്, ഞാൻ എന്തു ചെയ്യും? ബ്രഹ്മാവ് കൊടുത്തിട്ടുള്ള വരാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാം, ഒരു മകനായി ജനിക്കാം, അച്ഛൻ്റെ മര്യാദ പരിപാലിക്കാതെ വരുന്ന സമയത്ത് എനിക്കൊരവസരം കിട്ടും മകനെ രക്ഷിക്കാൻ, അങ്ങനെ ഞാൻ വന്നോളാം പുതിയ ഒരു സ്വരൂപത്തിൽ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു. ഒരു നരസിംഹമൂർത്തി ആയിത്തീർന്നു. എന്നിട്ട് ഹിരണ്യകശിപുവിൻ്റെ വെട്ടും വാളും കുന്തവും ഇടിയും ഒക്കെ കൊണ്ട് അതിനെതിരെ വെറും നഖങ്ങളും പല്ലും മാത്രമേ ഉള്ളൂ, ദംഷ്ട്രങ്ങളും. അത് രണ്ടും കൊണ്ട് വാളും പരിചയും കുന്തവും ഒക്കെയുള്ള ഒരാളെ നേരിടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? പാവം നരസിംഹം നേരിട്ടു, എന്നിട്ട് തോൽപ്പിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ നരസിംഹത്തിന് എന്തെങ്കിലും വികൽപ്പ വിപ്ലവങ്ങൾ ഉണ്ടായോ? ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഹരിഹര പത്മജാദയ. ഇനി ഒരാളോ? ഹരനാണ് പരമശിവൻ. എല്ലാറ്റിനെയും സംഹരിക്കണം. ബ്രഹ്മാവ് സൃഷ്ടിച്ചതിന് മുഴുവൻ കൊന്നെടുക്കേണ്ട ജോലിയാ. അങ്ങനെ എല്ലാറ്റിനെയും കൊല്ലുന്ന ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അത് സ്വീകരിക്കുമോ? അങ്ങനെ 3 കൂട്ടരും, ഹരിയും ഹരനും പത്മജനും, ഇവരെല്ലാവരും എങ്ങനെ നിസ്സംഗതയോടുകൂടി അവരവരുടെ ദ്വന്ദ്വ നിർഭരമായിരിക്കുന്ന കൃത്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നുവോ അതുപോലെ വികൗതുക വിഗത വികൽപ്പ വിപ്ലവാഹ യഥാസ്ഥിത ഹരിഹര പത്മജാദയ നരോത്തമ സമധിഗത ആത്മദീപകാഹ. അങ്ങനെയുള്ളവരാണ് ഉത്തമ നരന്മാർ. അവർക്ക് ആ നരോത്തമത്വം എങ്ങനെ വരണു? സമധിഗത ആത്മദീപകാഹ. സമധിഗത, അവരുടെ ബുദ്ധിയെ വിനിയോഗിച്ച് തത്വവിചാരം ചെയ്ത് മനസ്സിലുള്ള അശുദ്ധികളും കൽമഷങ്ങളും എല്ലാം മാറ്റി ബുദ്ധിക്ക് സൂക്ഷ്മതയും പ്രകാശവും കൂട്ടി ഉത്തുംഗത വരുത്തി പ്രപഞ്ചത്തിനോടുള്ള ആ വാത്സല്യമോ കൗതുകമോ ഒക്കെ മാറി നിന്ന് അവസാനം ഉള്ളിലമർന്ന് അലിഞ്ഞ് ആ ഉൾപ്രകാശത്തെ വേണ്ടതുപോലെ നുകർന്ന് ആ പ്രകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാം ശുദ്ധമായി. ഇവിടെ ആകർഷണത്തിനോ വികർഷണത്തിനോ ഒരു തരത്തിലും ഒന്നുമില്ല എന്നുള്ളൊരു നില വന്നു. മനസ്സ് സ്വയം പൂർണ്ണമായി, നിർബാധമായി, നിസ്സംഗമായി, പൂർണ്ണമായി ആ ആത്മദീപകന്മാരായി തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. അങ്ങനെയാണ് ഈ മഹാത്മാക്കൾ, തത്വജ്ഞന്മാർ, വിജ്ഞന്മാർ ഈ ലോകത്തിൽ വിശുദ്ധ ബുദ്ധികളായി ജീവിക്കുന്നത്. അവർക്കുണ്ടായിട്ടുള്ള നേട്ടം എന്താ? ബുദ്ധി വിശുദ്ധമായി,
ഞാനിത് എത്ര തവണ പറയണം അപ്പ? ഒരു 10,000 തവണ പറയണം. അവർക്ക് 2 കൊമ്പുണ്ടായോ? ഉണ്ടായില്ല. 10 ടൺ അല്ലെങ്കിൽ ഒരു 100 ടൺ സ്വർണ്ണം ആരെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇല്ല. അവർക്ക് സ്വർണ്ണമഴ പെയ്തോ? പെയ്തില്ല. അവർക്ക് കിട്ടിയിട്ടുള്ളത് വിശുദ്ധ ബുദ്ധയ, അവരുടെ ബുദ്ധി ശുദ്ധമാവുക ചെയ്തത്. ആ വിശുദ്ധ ബുദ്ധി കൊണ്ടാണ് ഇവിടെ എല്ലാം നേടിയെടുക്കുക. നമ്മൾ പറയുന്ന ശ്ലോകം എന്താ? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ആ ബുദ്ധി കൊണ്ട് സമ്പാദിക്കുന്ന യോഗയുക്തതയുണ്ടല്ലോ, അതിൻ്റെ നേട്ടവും മാത്രമാണ് ഈ പറഞ്ഞത് മുഴുവനും. യോഗവാസിഷ്ഠ രാമായണത്തിനെ പറ്റി ഞാൻ എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ. ഈ യോഗവാസിഷ്ഠ രാമായണം വളരെ വിശേഷപ്പെട്ട ഒരു കാവ്യമാണ്. എത്ര വൃത്തങ്ങളിലാണ് ഇതിൻ്റെ ശ്ലോകം? പൊതുവെ അനുഷ്ഠുപ്പ് വൃത്താണ്. എല്ലാ അധ്യായവും അവസാനിക്കുന്ന സമയത്ത് അനുഷ്ഠുപ്പല്ലാത്തൊരു ശ്ലോകം പറഞ്ഞേ വാൽമീകി മഹർഷി അതിൻ്റെ രചയിതാവ് അവസാനിപ്പിച്ചിട്ടുള്ളൂ. അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ആത്മതത്വങ്ങൾ, അതിസൂക്ഷ്മമായ തത്വങ്ങൾ ഇങ്ങനെ അത്യാഹ്ലാദകരമായിരിക്കുന്ന ഒരു കാവ്യരൂപത്തിൽ പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ വിശേഷതയാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്ക് ആബ്സ്ട്രൂസ് സബ്ജക്റ്റാണത്. സയൻസാണത് മുഴുവനും. എന്ത് സയൻസ്? മാനസ സയൻസ്, ബൗദ്ധ സയൻസ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അധിഷ്ഠാനാത്മക സയൻസാണത്. ആ സയൻസിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ പ്രോസ് ഗദ്യമേ എല്ലാവർക്കും പറ്റുള്ളൂ. പക്ഷേ ഭാരതത്തിൽ അവർ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും കാവ്യരൂപത്തിലാണ്. ഇപ്പം മെഡിക്കൽ ബുക്സ് ഉണ്ട്, എവിടെയെങ്കിലും പോയട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ അഷ്ടാംഗഹൃദയം, രസരത്ന സമുച്ചയം, ഭൈഷജ്യരത്നാവലി, ചരക സംഹിത, സുശ്രുത സംഹിത, ഇതൊക്കെ പോയട്രിയിലാണ്. അപ്പം നമുക്കും ഈ പോയട്രിക്കും കൂടി വലിയൊരു വിശേഷമുണ്ട്. അതുകൊണ്ട് എന്തു വന്നു? നമ്മുടെ സയൻസൊക്കെ ദിവ്യമായി തീർന്നു. ഈ പോയട്രി വെറും ബുദ്ധിയിൽ നിന്ന് നിർഗളിക്കില്ല. ബുദ്ധിക്കും അപ്പുറത്തൊരു ഹൃദയമുണ്ട് നമുക്ക്. ആ ഹൃദയത്തിൻ്റെ ഭാഷയാണ് പോയട്രി. അപ്പോൾ ബൗദ്ധസമ്പത്തും ഹാർദ ഭാഷയിൽ പറയുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി യോജിപ്പിക്കുക. പാലും വെള്ളം പോലെ, അല്ലെങ്കിൽ പാലും പാല് പോലെ, അല്ലെങ്കിൽ പാലും തേനും പോലെ. അങ്ങനെ ഒരു വിശേഷ. അപ്പം ഈ യോഗവാസിഷ്ടം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. പരീക്ഷീണേ മോഹേ വികളതി ഘനേ ജ്ഞാനജലദേ പരിജ്ഞാതേ തത്വേ സമധിഗത ആത്മന്യധിതതേ വിചാര്യാര്യൈ സാർദ്ധം ചലിതവപുഷോ വൈ സദൃശതോ ധിയാ ദൃഷ്ടേ തത്വേ രമണമടനം ജാഗതമിതം. നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുക ഒക്കെ പമ്പര വിഡ്ഢികളാ. എന്താ വിചാരിച്ചിരിക്കണേ? അധ്യാത്മം എന്ന് പറഞ്ഞാൽ ലോകത്തോട് യാത്ര പറഞ്ഞ് വിരമിച്ചിരിക്കുമ്പോഴാണ്. കുട്ടികളെ, നിങ്ങളൊന്നും അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇതൊക്കെ വയസ്സായിട്ട് മക്കളെയും കുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുത്ത് പേരക്കിടാങ്ങളെയും കണ്ടതിന് ശേഷം വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അധ്യാത്മത്തിൽ പോകാൻ പാടുള്ളൂ എന്നാണ് നിങ്ങളുടെ ചൊല്ല്. ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്. ആരാ അത് ചർച്ച ചെയ്യുന്നത്? കൃഷ്ണൻ. ആരോട്? അർജുനനോട്. എവിടെ വെച്ച്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. അതും രഥത്തിൽ നിന്നും ഇരുന്നും കൊണ്ടാണ് ചർച്ച നടക്കുന്നത്. എന്തിനു വേണ്ടി? ശരവിസർജനം തുടങ്ങാറായി. ശംഖ് വിളിച്ചു, യുദ്ധകാഹളം ഒക്കെ മുഴക്കി കഴിഞ്ഞു. ആ സമയത്ത് വയ്യാന്ന് പറഞ്ഞ് പിന്മാറിയ അർജുനനെ ആകും എന്ന് പറഞ്ഞ് മുൻപോട്ട് പോക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണത് അത്. അപ്പം നിങ്ങൾ പറയൂ, ഈ അധ്യാത്മം പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യനെ വിമുഖനാക്കി തീർക്കുന്നതോ അതോ പ്രപഞ്ചകൃത്യങ്ങൾ നിർവഹിക്കാൻ കൂടുതൽ സജ്ജനാക്കി തീർക്കുന്നതോ എന്ന് നിങ്ങൾ പറയണം. പിന്നെ യോഗവാസിഷ്ഠോ? അർജുനൻ മധ്യവയസ്കനാ. രാമനോ 16 വയസ്സ് പ്രായമുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കാൻ പോണേ ഉള്ളൂ. അസ്ത്രശസ്ത്ര വിദ്യ മുഴുവനും കഴിഞ്ഞു, മെടുക്കനായിട്ടുണ്ട്. ആ സമയത്താണ് തീർത്ഥയാത്രയ്ക്ക് ശേഷം മൗഢ്യം പിടിച്ച് ആരോടും മിണ്ടാതിരിക്കുന്ന സമയം. അപ്പോഴാണ് വസിഷ്ഠർ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പം ആ സംസാരത്തിൽ ധ്വനിക്കുന്നത് മുഴുവൻ എന്താ? രാമ, നിന്റെ മൗഢ്യം ശരിയല്ല. നീ ചെറുപ്പമാണ്, സിംഹാസനത്തിൻ്റെ അവകാശിയാണ് നീ. നിന്നെയാണ് അച്ഛൻ ഉറ്റുനോക്കുന്നത് സിംഹാസനത്തിലിരിക്കാൻ, യുവരാജാഭിഷേകം ചെയ്യാൻ. അപ്പം അച്ഛൻ ഭരിച്ചു പോന്നത്, അച്ഛൻ്റെ പൂർവികർ വളരെ കാലമായി, നൂറ്റാണ്ടുകളായി ഭരിച്ചു പോന്ന ആ ഇക്ഷ്വാകു വംശ സിംഹാസനത്തിൽ നീ ഇരിക്കണം. ഉപശമത്തിനുള്ള സമയമായില്ല.
പിൻവാങ്ങാനുള്ള സമയമായിട്ടില്ല, ഇരിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ അധ്യാത്മം. മനസ്സിലുള്ള മൗഢ്യങ്ങൾ മുഴുവൻ തീർന്നു. എത്ര തവണയാ വസിഷ്ഠൻ ആവർത്തിച്ച് പറയണത്, പരമ്പരാഗതമായി വരുന്ന ഈ സിംഹാസനം, ഈ രാജഭരണം എന്ന് പറയുന്ന അധികാരം, അവകാശം, അത് വേണ്ടതുപോലെ പരിപാലിക്ക്. സജ്ജനങ്ങളുടെ ഉപദേശം കേട്ടോ. ഒരു സമയത്തും നിന്റെ മനസ്സിന് ആശ തീണ്ടരുത്. ആശിക്കാതെ നീ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കണം. മനസ്സിന് മൗഢ്യം വരരുത്. സ്ഥിരോത്സാഹിയായിരിക്കണം. എന്നാൽ ഒരൊറ്റ കാര്യത്തിലും എൻ്റേത് എന്നൊരു തോന്നൽ പാടില്ല. മമതയില്ലാതെ, അഹങ്കാരമില്ലാതെ, ആഗ്രഹമില്ലാതെ ഉല്ലാസവാനായി സാമഞ്ജസ്യത്തോടെ ഭരിക്കണം എന്നുള്ള ഉപദേശം. നിങ്ങളാരും രാജാക്കന്മാരല്ല, രാജകുമാരന്മാരുമില്ല. അത് പോയില്ലോ പോടുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കുടുംബനാഥന്മാരാകാൻ പോകുന്നവരുമാണ്. നിങ്ങളുടെ കുടുംബത്തിനെ ഒരു രാജ്യമായി കണക്കാക്കിയാൽ നിങ്ങൾ രാജാക്കന്മാരും പട്ടമഹിഷികളുമാണ്. നിങ്ങളുടെ കുടുംബഭരണം വേണ്ടതുപോലെ നടക്കണമോ എന്നാൽ ഈ ഉപദേശം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അതിന് ആരെ ഓർമ്മ വരണം? കുരുക്ഷേത്രം അർജുനൻ, കൃഷ്ണൻ, അയോധ്യ രാമൻ, വസിഷ്ഠൻ, ഇവരെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം.